ഇടുക്കിയിലെ മലഞ്ചെരിവുകളിൽ കോടമഞ്ഞിന് എപ്പോഴും ഒരു തണുത്ത കഥ പറയാനുണ്ടാകും. അങ്ങനെയൊരു കഥയായിരുന്നു വേണുവിൻ്റേതും. 40കളുടെ അവസാനത്തിൽ കാലം വരച്ച ചുളിവുകൾ പ്രായത്തേക്കാൾ കൂടുതൽ അയാളുടെ മുഖത്ത് കാണാമായിരുന്നു. 2018ലെ പ്രളയം അയാളുടെ ചെറിയ ഓടിട്ട വീടിനെ മാത്രമല്ല, ഭാര്യയുടെ ഓർമ്മകളെയും കൂടിയാണ് പുഴയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം വേണു തീർത്തും ഒറ്റയ്ക്കായി. റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഒഴിഞ്ഞ വയറിനെ എല്ലാ ദിവസവും നിറയ്ക്കാൻ മതിയാകുമായിരുന്നില്ല. ഓരോ ദിവസവും അയാൾ ജീവിച്ചു തീർക്കുകയായിരുന്നു പ്രതീക്ഷകളില്ലാതെ. അങ്ങനെയൊരു കർക്കിടക മാസത്തിലെ വൈകുന്നേരം തോരാതെ പെയ്ത മഴയിൽ കുതിർന്ന് തണുത്തു വിറച്ച് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു വേണു. ആളൊഴിഞ്ഞ ഒരു പഴയ തറവാടിന്റെ തുരുമ്പിച്ച ഗേറ്റിനരികിൽ നിന്ന് ഒരു നേർത്ത ഞരക്കം അയാളുടെ കാതിൽ പതിഞ്ഞു. വിശപ്പും ക്ഷീണവും കാരണം ആദ്യം അതവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വേദന നിറഞ്ഞ ശബ്ദം അയാളെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചു. ഗേറ്റിന്റെ ഇരുമ്പഴികൾക്കിടയിൽ ഒരു നായ കുടുങ്ങിക്കിടക്കുന്നു. കാഴ്ചയിൽ വില കൂടിയ ഇനമാണെന്ന് തോന്നുമെങ്കിലും ദിവസങ്ങളുടെ പട്ടിണിയിലും അലച്ചിലിലും അതിന്റെ ശരീരം ശോഷിച്ചിരുന്നു. പേടിച്ചരണ്ട അതിന്റെ കണ്ണുകൾ സഹായത്തിനായി യാചിക്കുന്നതുപോലെ വേണുവിന് തോന്നി. എന്റെ കാര്യം തന്നെ കഷ്ടത്തിലാ, അപ്പോഴാ അയാൾ പിറുപിറുത്തു. പക്ഷേ ആ ജീവന്റെ പിടച്ചിൽ കണ്ടില്ലെന്ന് നടിക്കാൻ അയാളുടെ ഉള്ളിലെ മനുഷ്യൻ അനുവദിച്ചില്ല. അയാൾ തന്റെ മെലിഞ്ഞ കൈകൾ കൊണ്ട് ആ തുരുമ്പിച്ച ഗേറ്റ് വികസിപ്പിക്കാൻ ശ്രമിച്ചു. ആ പ്രയത്നത്തിൽ അയാളുടെ കൈമുറിഞ്ഞ് ചോര പൊടിഞ്ഞു. ഒടുവിൽ ആ നായയെ അയാൾ പുറത്തെടുത്തു. നന്ദി സൂചകമായി അത് അയാളുടെ മുറിവേറ്റ കൈയിൽ നക്കി. ആ നിമിഷം വർഷങ്ങൾക്കുശേഷം വേണുവിന്റെ വരണ്ട കണ്ണുകൾ ചെറുതായി നനഞ്ഞു. അയാൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തനിക്കായി കരുതിയ കഞ്ഞിവെള്ളവും കാന്താരിമുളകും അതിന് മുന്നിൽ വെച്ചുകൊടുത്തു. ആർത്തിയോടെ അത് കുടിക്കുന്നത് നോക്കി നിന്നപ്പോൾ വേണുവിന്റെ വിശപ്പ് എങ്ങോ പോയി മറഞ്ഞു. അയാൾ അതിന് മണി എന്ന് പേരിട്ടു. അന്നുമുതൽ വേണുവിന്റെ ലോകം മാറി. രാവിലെ അയാൾ ജോലിക്ക് പോകുമ്പോൾ മണി വാൽപ്പാടം വരെ കൂടെ വരും. വൈകുന്നേരം ദൂരെ നിന്നേ വേണുവിന്റെ കാലൊച്ച കേട്ട് ഓടിയെത്തും. വേണു തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചത് മണിയോടായിരുന്നു. പട്ടിണിയാണെങ്കിലും അവർ ഒരുമിച്ച് പങ്കിട്ടെടുത്തു. മണിയുടെ സാമീപ്യം വേണുവിന്റെ ഏകാന്തതയുടെ തണുപ്പിനെ പതിയെ മായ്ച്ചു കളഞ്ഞു. ഒരു ദിവസം ടൗണിലെ ചായക്കടയിൽ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് വേണു ആ വാർത്ത കണ്ടത്. വളർത്തുനായയെ കാണാനില്ല, കണ്ടെത്തിത്തരുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം. താഴെ കൊടുത്ത ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ വേണുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അത് തന്റെ മണിയാണ്. പരസ്യത്തിലെ പേര് റോക്കി എന്നായിരുന്നു. കോട്ടയത്തുള്ള ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകളുടേതായിരുന്നു ആ നായ. ആ രാത്രി വേണുവിന് ഉറങ്ങാനായില്ല. ഒരു വശത്ത് ആ പണം കിട്ടിയാൽ തന്റെ ദാരിദ്ര്യം മാറും, ഒരു പുതിയ ജീവിതം തുടങ്ങാം. മറുവശത്ത് മണിയെ പിരിഞ്ഞുള്ള ഒരു ജീവിതം അയാൾക്ക് ചിന്തിക്കാൻ പോലുമാകുമായിരുന്നില്ല. തന്റെ ലോകം വീണ്ടും ശൂന്യമാവുകയാണോ എന്നയാൾ ഭയന്നു. പിറ്റേന്ന് രാവിലെ നിറഞ്ഞ കണ്ണുകളോടെ അയാൾ മണിയുടെ തലയിൽ തലോടി. നിന്റെ വീട് ഇതല്ലടാ, നിന്നെ കാത്തിരിക്കുന്നവർ അവിടെയുണ്ട്, അയാൾ സ്വയം പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ പത്രത്തിലെ നമ്പറിലേക്ക് വിളിച്ചു. മണിക്കൂറുകൾക്കകം ഒരു വലിയ കാർ വേണുവിന്റെ ചെറ്റക്കുടിലിനു മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ ഒരു പെൺകുട്ടി റോക്കി എന്ന് നീട്ടിവിളിച്ചതും മണി കുരച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓട്ടി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ വേണുവിന്റെ ദുഃഖം സന്തോഷമായി മാറി. നായയെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ആ ബിസിനസ്സുകാരൻ വേണുവിന് പാരിതോഷികമായി പ്രഖ്യാപിച്ച തുക നൽകാൻ തുനിഞ്ഞു. എന്നാൽ വേണുവിന്റെ സത്യസന്ധതയും പട്ടിണിയിലായിരുന്നിട്ടും നായയെ സ്നേഹത്തോടെ പരിപാലിച്ചതും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ഈ പണം ഇന്ന് തീരും, പക്ഷേ താങ്കളുടെ ഈ നന്മയ്ക്ക് ഞാൻ അങ്ങനെയൊരു പ്രതിഫലമല്ല തരേണ്ടത്, അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തുള്ള എന്റെ ഏലത്തോട്ടം നോക്കാൻ എനിക്കിങ്ങനെ വിശ്വസ്തനായ ഒരാളെ വേണം. താമസിക്കാൻ ഒരു ചെറിയ വീടും തരാം. മകൾക്ക് റോക്കിയെ ഇടയ്ക്ക് അവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യാം. വേണുവിന് വിശ്വസിക്കാനായില്ല. അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇന്ന് കോട്ടയത്തെ ആ ഏലത്തോട്ടത്തിലെ ചെറിയ വീട്ടിൽ വേണു സന്തോഷത്തോടെ ജീവിക്കുന്നു. ഏകാന്തതയില്ലാതെ, പട്ടിണിയില്ലാതെ. ഇടയ്ക്കിടെ ആ വലിയ കാർ വരും. റോക്കി ഓടിവന്ന് വേണുവിന്റെ ദേഹത്തേക്ക് ചാടിക്കയറും. വഴിയിൽ കുടുങ്ങിക്കിടന്ന ഒരു ജീവനോട് കാണിച്ച ഒരു നിമിഷത്തെ ദയ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അയാൾ ഓർക്കും. ചിലപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ അപ്രതീക്ഷിത വഴികളിലൂടെയാവാം.